കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസിയായ ED, CBI, അതുപോലെ തന്നെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രോഡ് ഓഫീസ് അടക്കം നിരവധി നോട്ടീസുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ വിചാരണ കൂടാതെ ഒരു വിചാരണ കോടതിയും അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം റദ്ദാക്കിയ നടപടി CBI കോടതി 38 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ കേസ് മാറ്റിവെക്കുകയാണ്. എന്തിനാണ് ഈ 38 പ്രാവശ്യം കേസ് മാറ്റിവെക്കേണ്ട കാര്യം? ആ കേസിനകത്ത് എന്തെങ്കിലും ഒരു വിധി പറയാം, ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി. പക്ഷെ കേസുകൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന് ED നോട്ടീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അത് കണ്ടിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മകൾക്കെതിരെ കേസെടുത്തു. ആ കേസ് നിലനിൽക്കുന്നു. മാത്രമല്ല, പുള്ളിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ നമുക്കറിയാം 120 ദിവസം ജയിലിലായിരുന്നു. ലൈഫ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതാണ്. പക്ഷേ ED ഇങ്ങനെ കൂടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ നോട്ടീസ് അയക്കുന്നതല്ലാതെ അനന്തര നടപടികളിലേക്ക് ഒരിക്കലും നീങ്ങുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസ് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കുന്നു. SITയെ നിയമിച്ച ഹൈക്കോടതിയാണ്, ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്ത ഹൈക്കോടതിയാണ്. കേരള ഗവൺമെൻറ് അതിനകത്ത് ഒരു പങ്കുമില്ല. അതിൻ്റെ അന്വേഷണം ശരിയായ റൂട്ടിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ, ഒരാൾ 2 ടേം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു വാസു. പിന്നൊരാൾ നമുക്കറിയാം, ശ്രീ പത്മകുമാർ കോന്നി MLA ആയിരുന്നു. 1 ടേം 2 ടേം ആറന്മുളയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്. പാർട്ടിക്കും പിണറായി വിജയനും ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് വാസു. ഈ കേസ് വളരെ സുഖമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ED അതിനകത്ത് ഇൻ്റർവീൻ ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ EDയുടെ ഒരു രംഗപ്രവേശനം ആർക്കു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? SITയുടെ അന്വേഷണം അട്ടിമറിക്കാൻ ED ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയായ ദിശയിലൂടെ അന്വേഷണം പോകുന്നു. അതാണ് നമ്മൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് തമ്മിൽ പല കാര്യങ്ങളിലും ഒരു അവിശുദ്ധ ബന്ധമുണ്ട്, ഒരു അവിഹിത ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമുക്കറിയാം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ PM ശ്രീയിൽ ഒരിക്കലും ഒപ്പിടാൻ പാടില്ലായിരുന്നു. ഇടതുമുന്നണി ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം ഒപ്പിട്ട വിവരം ആരും അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ എന്താണ്? കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല, ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ സാമ്രാജ്യത്വം ഇവിടെയുണ്ട്, മുതലാളിത്തം ഇവിടെ ഉണ്ട്, ബഹുരാഷ്ട്ര കുത്തകളുണ്ട്. ആ നാട്ടിലൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം അസാധ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അണികളെയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകളെയും പറ്റിക്കുകയാണ്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസിയുടെ ഭാഗമാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇതിനകത്ത് ഒപ്പിടാൻ പറ്റൂ. അപ്പോൾ കേരളം BJPയുമായി ചില കാര്യങ്ങൾ സന്ധി ചെയ്തിരിക്കുന്നു. ആ സന്ധി ചെയ്ത കാര്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ ED നോട്ടീസിനെ കാണാൻ. കാരണം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ED മുഖ്യമന്ത്രി ഒന്ന് വിരട്ടുക, എന്നിട്ട് ചൊൽപ്പടിക്ക് നിർത്തുക. അതുകൊണ്ട് ED ഈ മസാല ബോണ്ടിനെതിരെ അയച്ചിരിക്കുന്ന EDയുടെ നോട്ടീസ് അതിനൊരു കടലാസിൻ്റെ വില പോലും ഉണ്ടാകില്ല. കാരണം പിണറായി വിജയനെ ഒന്ന് വരച്ച വരയിൽ നിർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു അടവ് നയമായി മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിനെതിരെ, അതിൻ്റെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി വേട്ടയാടലാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വെറും നോട്ടീസ് അല്ലാതെ ഒരു വേട്ടയാടില്ല, ഒരു ഭീഷണി മാത്രം, ഭീഷണിപ്പെടുത്തി വെടക്കാക്കി തനിക്ക് നിർത്തുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് നയം. തീർച്ചയായിട്ടും അതിനെന്താ സംശയം? എന്താണ് ഇന്ന് കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഏതാണ്ട് 8000-ഓളം വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, കുറേ വാർഡുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല. കേരളത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമുള്ളൊരു പാർട്ടിയാണോ BJP?
സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമുള്ള പാർട്ടിയാണോ മാർക്സിസ്റ്റ് പാർട്ടി? അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ എന്നൊരു ചൊല്ലുണ്ട്. ഇത് തമ്മിൽ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാം, കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. ആ ജനങ്ങളുടെ ഒരു മനോഭാവം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കും. 2010 കേരളത്തിൽ ആവർത്തിക്കും. 2010 കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു UDF മുന്നേറ്റമുണ്ടായത്. ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും. അതിന് യാതൊരു തർക്കവുമില്ല.